നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിസ് കാരണം ഉണ്ടാകുന്ന ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിനെ പറ്റിയാണ്. നമുക്കറിയാം ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ കേരളം ഡയബറ്റിസിൻ്റെ ഒരു ക്യാപിറ്റലായി മാറുകയാണ്. ഇന്ത്യ നേരത്തെ തന്നെ ക്യാപിറ്റലാണ്, പക്ഷേ കേരളം ഇപ്പോൾ ഡയബറ്റിസിൻ്റെ എണ്ണം ചെറുപ്പക്കാരിൽ കൂടെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയബറ്റിസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മാത്രമല്ല, ഈ ഡയബറ്റിസ് ഓരോ അവയവങ്ങളെയും ബാധിക്കുകയും, ഇപ്പോൾ കണ്ണിനെ ബാധിക്കുകയാണെങ്കിൽ റെറ്റിനോപ്പതി, കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ നെഫ്രോപ്പതി, അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ ഈ ഡയബറ്റിസ് ഒരു 5-6 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും മോട്ടോർ നെർവസ് സിസ്റ്റവും, അതായത് കാലിലേക്കുള്ള ഞരമ്പുകളുടെ വീക്കം അത് ഒരു ബലക്ഷയം ഉണ്ടാക്കുകയും നമ്മുടെ മസിൽസ് എല്ലാം ചുരുങ്ങുകയും നമ്മുടെ കാല് വേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്കിന്നെല്ലാം ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ചൊറിയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി ഒരു മുറിവ് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴത്തേക്ക് ആ മുറിവ് ഉണങ്ങാതെ അതൊരു വലിയ വ്രണം പോലെ ആവുന്നതാണ് ഈ ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് അൾസർ ട്രീറ്റ് ചെയ്യാൻ വളരെ താമസമേറിയതും ചിലവേറിയതുമായിട്ടുള്ള ഒരു അസുഖമാണ്. അതിന് പ്രിക്കോഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മൾ ഷുഗർ ഡയബറ്റിസ്, അതായത് കൺട്രോളിൽ വെക്കുക, പ്രോപ്പറായിട്ടുള്ള ഫുട്വെയറുകൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ നടക്കും തോറും നമ്മൾ സാധാരണ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാലിൻ്റെ അടിയിലെ പ്രഷർ കൂടുകയും കാല് വേർക്കാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് റിപ്പീറ്റഡായിട്ട് ആ ഒരു പ്രഷർ വന്ന് അവിടെ ആ ഒരു തൊലി കട്ടിയായി കാലസ് എന്ന് പറയും, ആ കാലസ് ഉണ്ടാവുകയും നമ്മൾ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ കാലിൻ്റെ അടിയിൽ പല ഭാഗങ്ങളിലും തൊലി ഭയങ്കര കട്ടിയായിട്ടും ചില ഭാഗങ്ങളിൽ സോഫ്റ്റായിട്ടും ഇരിക്കുന്നതാണ്. അപ്പോൾ ആ കട്ടിയായിട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ റിപ്പീറ്റഡായിട്ട് പ്രഷർ വരികയും അവിടെ അതിൻ്റെ അകത്ത് റിപ്പീറ്റഡായിട്ട് ട്രോമ വന്ന് അതിനകത്തൊരു പ്രഷർ, ഒരു അൾസർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ആദ്യം ഒന്നും മുറിവ് ഒന്നും കാണത്തില്ല. കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു മുറിവ് പോലെ വരികയും അകത്ത് പഴുപ്പ് വെക്കുന്നതും ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കണക്ക് ആദ്യമേ ഡയബറ്റിസ് നല്ലവണ്ണം കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഫുട്വെയറുകൾ, അതായത് നമ്മുടെ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് നോക്കി അതിന് ഇണങ്ങുന്ന MCRൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ഫുട്വെയറോ ഉപയോഗിക്കുക. റെഗുലറായിട്ട് ഒരു പോഡിയാട്രിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക, വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്ത് ഇതേ കണക്ക് കാലിൻ്റെ അടിയിൽ തൊലി കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് ഷേവ് ചെയ്ത് കളയുക, കാല് ഇൻസ്പെക്റ്റ് ചെയ്യുക, കാലിലേക്ക് രക്തയോട്ടം ഉണ്ടോ എന്നുള്ള സ്കാൻ ചെയ്ത് നോക്കുക, അങ്ങനെയെല്ലാം നോക്കുക. പിന്നെ കാലിൻ്റെ സെൻസേഷൻ നോക്കുക, കാലിലേക്ക് രാത്രിയെല്ലാം വേദനയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്ത് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൾസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ പോഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് SUTയിലുണ്ട്, വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്, ഞാൻ ഉത്തരം തരുന്നതാണ്. താങ്ക് യു.